ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് നോക്കിയത്? സ്ട്രക്ചർ ഓഫ് ആൻ ഓപ്റ്റിക്കൽ ഫൈബർ നോക്കി. ഓക്കെ, അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ടൈപ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്ന ബേസ്ഡ് ഓൺ ഇൻഡെക്സ്. ഇൻഡെക്സ് എന്ന് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ? അതായത് കോറിനും ക്ലാഡിങ്ങിനും എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സെയിം ആണോ? അല്ല. കോറിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് പറഞ്ഞത്. സോ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ബേസിൽ നമുക്ക് സ്റ്റെപ്പ് ഇൻഡെക്സ്ഡ് മൾട്ടിമോഡ് ഫൈബറും ഉണ്ട്, എന്താണ് ഗ്രേഡഡ് ഇൻഡെക്സ് മൾട്ടിമോഡ് ഫൈബറും ഉണ്ട്. എന്താണ് സ്റ്റെപ്പ് ഇൻഡെക്സ് നോക്കാം. ഓക്കെ, സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടിമോഡ് ഫൈബറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് കോറിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ലാർജ് ആയിരിക്കും. അതായത് 100 മൈക്രോൺസ് വരെ അതിൻ്റെ ഡയമീറ്റർ പോവാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്താണ് ഇത് കാരണം, ഈ ഒരു കോറിന് ലാർജ് ഡയമീറ്റർ ഉള്ളത് കാരണം സം ഓഫ് ദ ലൈറ്റ് റേസ് ദാറ്റ് മേക്ക് അപ്പ് ദ ഡിജിറ്റൽ പൾസ് മേ ട്രാവൽ എ ഡയറക്റ്റ് റൂട്ട് വേറസ് അതേഴ്സ് സിഗ്സാഗ് ആസ് ദ ബൗൺസ് ഓഫ് ദ ക്ലാഡിംഗ്. ഓക്കെ, അപ്പോൾ ചില റേസ്, സം ഓഫ് ദ ലൈറ്റ് റേസ് എന്ത് ചെയ്യും, എന്താണ് ഡിജിറ്റൽ പൾസ് പോലെ എന്താണ് ഡയറക്റ്റ് റൂട്ടിൽ ട്രാവൽ ചെയ്യും. എന്നാൽ മറ്റ് ചില റേസ് എന്ന് പറഞ്ഞാൽ സിഗ്സാഗ് പോലെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും, രണ്ട് ഓൾട്ടർനേറ്റീവ് പാത്ത് വേസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ലൈറ്റ് റേസ് പോകുന്നത് അല്ലേ. അപ്പോൾ അത് എന്താണ്, അതിനെ വിളിക്കുന്ന പേരാണ് മോഡ്സ്. ഓക്കെ, ദ ഓൾട്ടർനേറ്റീവ് പാത്ത് വേസ് കോസ് ദ ഡിഫറെൻറ്റ് ഗ്രൂപ്പിംഗ് ഓഫ് ലൈറ്റ് റേസ്. ഓക്കെ, ഡിഫറെൻറ്റ് ഗ്രൂപ്പിലായിട്ട് ഓൾട്ടർനേറ്റീവ് പാത്ത് വേസിൽ പോയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? മോഡ് എന്ന് വിളിക്കും. അതാണ് നമ്മൾ പറഞ്ഞത് എന്താണ്, മൾട്ടി മോഡ്, സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടി മോഡ് ഫൈബർ ടു അറൈവ് സെപ്പറേറ്റ് റിസീവിംഗ് പറ്റും. അപ്പോൾ റിസീവിംഗ് പോയിന്റിൽ എത്തുന്നത് എന്തായിരിക്കും? സെപ്പറേറ്റ് ആയിരിക്കും. ചില സപ്പോസ് ഇങ്ങനെ ഒരു ഫൈബർ, അതിനകത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുന്ന ഒരു റേയും ഇങ്ങനെ കളിച്ച് വരുന്ന റേയും, അത് രണ്ടും നമ്മുടെ ഫൈനൽ റിസീവിംഗ് പോയിന്റിൽ എത്തുന്ന സമയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതാണ് ഇവിടെ പറഞ്ഞത് എന്താണ്, ഇതെല്ലാം എന്താണ് ഓൾട്ടർനേറ്റീവ് പാത്ത് വേസിലായിരിക്കും ഇത് ഫോളോ ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഡിഫറെൻറ്റ് മോഡ്സിലായിരിക്കും വരുന്നത്. സോ ഇത് അറൈവ് സെപ്പറേറ്റ്ലി ആയിട്ട് റിസീവിംഗ് പോയിന്റിൽ ഈ റേസ് എല്ലാം എന്താണ് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും എത്തുന്നത്. സോ നമുക്ക് ഈ ഒരു എന്താണ് സ്റ്റെപ്പ് ഇൻഡെക്സ്ഡ് മൾട്ടിമോഡ് ഫൈബർ എന്ന് പറയുന്നത് എന്താണ് ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് വേണ്ടി, അതായത് എൻഡോസ്കോപ്പ് പോലുള്ള ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി N1 N2 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണല്ലോ. ഒരു ക്ലാഡിങ്ങോ ഒരു കോറോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ N1 N2 കോൺസ്റ്റന്റ് ആണ്. സോ N1 മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ N2. ഹെൻസ് ദ ഷേപ്പ് ഓഫ് ഇൻഡെക്സ് പ്രൊഫൈൽ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ലൈക്ക്, അത് ഇൻഡെക്സ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ഓക്കെ, ഇതാണ് ഷേപ്പ് ഓഫ് ഇൻഡെക്സ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ N1 N2 കോൺസ്റ്റന്റ് ആണ്. ആൻഡ് N1 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ N2 ആയതുകൊണ്ട് തന്നെ ഷേപ്പ് ഓഫ് ഇൻഡെക്സ് പ്രൊഫൈൽ എന്താണ്? സ്റ്റെപ്പ് ലൈക്ക്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് സ്റ്റെപ്പ് ഇൻഡെക്സ്ഡ് മൾട്ടിമോഡ് ഫൈബർ എന്ന് പറഞ്ഞത്. ഇനി ഗ്രേഡഡ് ഇൻഡെക്സ് മൾട്ടിമോഡ് ഫൈബർ ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോറിലുള്ള ചേഞ്ചാണ്. അതായത് ഈ കോറിൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിമിനിഷ്ലി ഗ്രാജുവലി ഫ്രം ദ സെൻറ്റർ ആക്സിസ് ഔട്ട് ടുവേർഡ്സ് ക്ലാഡിംഗ്. അതായത് ഇങ്ങനെ പോവുകയാണ് അല്ലേ. അതിൻ്റെ സെൻട്രൽ ആക്സിസ് ഏതാണ്? ഇതാണ് കോറിൻ്റെ സെൻട്രൽ. പക്ഷേ ഈ കോറിൻ്റെ സെൻട്രൽ ആക്സിസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ആയിരിക്കും. ആൻഡ് ഇവിടെ നിന്ന് ഈ ഒരു സെൻട്രൽ ആക്സിസിൽ നിന്ന് ക്ലാഡിങ്ങിലേക്ക് വരുന്തോറും എന്ത് ചെയ്യും, ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എവിടെയാണ് വരുന്നത്? ഈ സെൻട്രൽ പോർഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെൻട്രൽ പോർഷൻ വരുന്നതുകൊണ്ട് തന്നെ ലൈറ്റ് റേസ് മൂവിങ് ഡൗൺ ദ ആക്സിസ്, ഈ ആക്സിസിന് എന്താണ് മൂവ് ഡൗൺസ് ദ ആക്സിസ് അഡ്വാൻസ് മോർ സ്ലോലി ദാൻ ദോസ് നിയർ ദ ക്ലാഡിങ്. അപ്പോൾ ക്ലാഡിങ്ങിൽ വരുന്നതിനേക്കാളും ക്ലാഡിങ്ങിലുള്ള ലൈറ്റ് റേസ് പെട്ടെന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ നടുക്കുള്ള ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറ്റ് ദ സെൻറ്റർ കാരണം ഇതെന്ത് ഈ ലൈറ്റ് റേസ് മൂവ്സ് ഡൗൺ ദ ആക്സിസ് അഡ്വാൻസ് മോർ സ്ലോലി, കുറേ സ്ലോ ആയിട്ടേ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആൾസോ റാദർ ദാൻ സിക്സാഗിങ് ഓഫ് ദ ക്ലാഡിങ് ദ ലൈറ്റ് ഇൻ ദ കേഴ്സ് ഹെലിക്കലി. അപ്പോൾ ഇവിടെ വരുന്നത് എങ്ങനെയാണ്? സിക്സാഗ് ആയിട്ടല്ല. സിക്സാഗ് മീൻസ് ഇങ്ങനെ സിക്സാഗ് ആയിട്ടല്ല വരുന്നത്, ബട്ട് ഇവിടെ എന്താ ഹെലിക്കലിയാണ് വരുന്നത്. സോ ഇത് എന്ത് പറയാം, ഒരു പാരാബോളിക് പാത്ത് ഫോളോ ചെയ്യുന്നു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ബിക്കോസ് ഓഫ് ദ ഗ്രേറ്റഡ് റെഡ്യൂസിങ് ഇറ്റ്സ് ട്രാവൽ ഡിസ്റ്റൻസ്. അപ്പോൾ ഗ്രേറ്റഡ് ഇൻഡെക്സ് കാരണം എന്ത് ചെയ്യുന്നു, അതിൻ്റെ ട്രാവൽ ഇൻഡെക്സ് അത് കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇതാണെന്ന് പറയുന്നത് നമ്മുടെ ഗ്രേഡഡ് ഇൻഡെക്സ് മൾട്ടിമോഡ് ഫൈബർ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ബേസിലായിരുന്നു നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. ഇനി നമുക്ക് ബേസ്ഡ് ഓൺ മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ്റെ ബേസിസിൽ നമുക്ക് സിംഗിൾ മോഡും ഉണ്ട്, മൾട്ടി മോഡ് ഫൈബേഴ്സും ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞതിൽ എന്താണ്, മൾട്ടി മോഡ് ഫൈബേഴ്സ് ആണ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫൈബർ ടു ബി കൊമേഴ്ഷ്യലൈസ്ഡ് ഏതാണെന്ന് ചോദിച്ചാൽ മൾട്ടി മോഡ് ഫൈബറാണ്. ഈ മൾട്ടി മോഡ് ഫൈബറിൻ്റെ പ്രത്യേകത എന്താണ്, അതിന് ലാർജ് കോർ സൈസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ യൂസ് ഓഫ് ലോവർ കോസ്റ്റ് ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റേഴ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ മൾട്ടിമോഡ് ഫൈബേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് LED എന്ന് പറയുന്നത്.
അപ്പോൾ മൾട്ടിമോഡ് ഫൈബേഴ്സിന് ലാർജ് കോറാണുള്ളത് വെൻ കമ്പയർഡ് ടു സിംഗിൾ മോഡ് ഫൈബർ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അലോയിങ് ഹൺഡ്രഡ്സ് ഓഫ് മോഡ്സ് ഓഫ് ലൈറ്റ് ടു പ്രൊപ്പഗേറ്റ് ത്രൂ ദ ഫൈബർ സൈമൾട്ടേനിയസ്. അപ്പോൾ ആ ഒരു ഫൈബറിൽ കൂടി നമുക്ക് എത്ര ഹൺഡ്രഡ്സ് ഓഫ് മോഡിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ലൈറ്റിന് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മളിത് യൂസ് ചെയ്യുന്നത് ഷോർട്ട് ട്രാൻസ്മിഷൻ ഡിസ്റ്റൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൾട്ടിമോഡ് ഫൈബർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, then single mode fiber has a much smaller core that allows only one mode of light at a time to propagate through the core. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ മോഡ് ഫൈബറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ കോറിൻ്റെ സൈസ് എന്താണ്, സ്മോളറാണ്. അപ്പോൾ അതിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വൺ മോഡ് ഓഫ് ലൈറ്റ് അറ്റ് എ ടൈം. അപ്പോൾ അതിൽ ഒരു മോഡ് ഓഫ് ലൈറ്റ് മാത്രമേ അതിന് ഒരേ ടൈമിൽ അതിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത സിംഗിൾ മോഡ് ഫൈബർ ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ട്രമൻഡസ് ഇൻഫർമേഷൻ ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്, ലോ ഇൻട്രിൻസിക് ലോസ് ആണ്, ലോങ്ങർ ഡിസ്റ്റൻസ് ആൻഡ് ഹയർ ബാൻഡ് വിഡ്ത്ത് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. താങ്ക് യു.